റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ട്രംപിന്റെ സമാധാന പദ്ധതികൾക്ക് മുന്നിൽ പുടിൻ കീഴടങ്ങില്ല. തന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതുവരെ ഈ യുദ്ധം മുന്നോട്ടു പോകുമെന്ന സൂചനയും ഇതിലൂടെ ലഭിക്കുന്നുണ്ട്. റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച പരിഷ്കരിച്ച സമാധാന നിർദ്ദേശത്തിന് യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി അംഗീകാരം നൽകിയെങ്കിലും മേഖലയിലെ സമാധാന പ്രതീക്ഷകൾ ഇപ്പോഴും ഒരു മങ്ങിയ അവസ്ഥയിൽ തുടരുകയാണ്. 4 വർഷത്തോളമായി തുടർന്ന രക്തരൂക്ഷിതമായ ഈ പോരാട്ടം ഉടൻ അവസാനിക്കാനുള്ള സാധ്യതകൾ മങ്ങുന്നതായാണ് സൂചനകൾ വരുന്നത്. ബെർലിനിൽ നടന്ന യൂറോപ്യൻ നേതാക്കളുടെ കൂടിക്കാഴ്ചയിൽ സെലൻസ്കിയും ട്രംപും അംഗീകരിച്ച ഈ നിർദ്ദേശങ്ങളെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പാടെ നിരസിച്ചതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം. നയതന്ത്രത്തിലൂടെയോ അല്ലെങ്കിൽ സൈനിക നടപടിയിലൂടെയോ യുക്രൈനിൽ താൻ ലക്ഷ്യമിട്ട കാര്യങ്ങൾ നേടിയെടുക്കുമെന്ന് ആവർത്തിച്ച് പുടിൻ വ്യക്തമാക്കി. യൂറോപ്യൻ നേതാക്കളെ പരിഹാസ രൂപേണ വിമർശിക്കുകയും ചെയ്തു. ട്രംപ് മുൻപ് അവതരിപ്പിച്ച 3 വെടിനിർത്തൽ പദ്ധതികളുടെ അതേ ഗതി തന്നെയാണ് പുതിയ നിർദ്ദേശത്തെയും കാത്തിരിക്കുന്നത് എന്ന ആശങ്ക ശക്തമാണ്. മാർച്ച്, മെയ്, ജൂലൈ മാസങ്ങളിൽ ട്രംപ് സമാനമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. അപ്പോഴെല്ലാം വെടിനിർത്തൽ ലംഘിക്കുന്ന പക്ഷം പുടിനും റഷ്യയ്ക്കുമേൽ കടുത്ത പിഴയും ഉപരോധങ്ങളും ചുമത്തുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നുവെങ്കിലും അവ ഒരിക്കലും പ്രാവർത്തികമായില്ല. ആദ്യം ട്രംപ് ഒരു സമാധാന വാഗ്ദാനം നൽകുകയും പിന്നീട് റഷ്യയ്ക്ക് അനുകൂലമായ നിബന്ധനകൾ അംഗീകരിക്കാൻ യുക്രൈനുമേൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുന്ന ഒരു രീതിയാണ് കണ്ടുവരുന്നത്. യുക്രൈൻ ഇത്തരം വാഗ്ദാനങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായെങ്കിലും പുടിൻ അവ നിരസിക്കുന്നതാണ് പതിവ്. പുടിൻ ആക്രമണം കടുപ്പിക്കുമ്പോൾ ട്രംപ് ഞെട്ടൽ പ്രകടിപ്പിക്കുമെങ്കിലും അവസാനം പുടിന്റെ നിബന്ധനകൾക്ക് വഴങ്ങുന്നതാണ് ഇതുവരെയുള്ള ചരിത്രം. കരിങ്കടലിലെ സുരക്ഷയ്ക്കും ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങളുടെ സംരക്ഷണത്തിനുമായി മാർച്ചിൽ പ്രഖ്യാപിച്ച 30 ദിവസത്തെ വെടിനിർത്തൽ കരാർ ഇത്തരത്തിൽ പരാജയപ്പെട്ട ഒന്നായിരുന്നു. വൈറ്റ് ഹൗസ് കരാർ പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ക്രെംലിൻ അത് തള്ളി. റഷ്യൻ ബാങ്കുകൾക്കും കമ്പനികൾക്കും മേലുള്ള ഉപരോധങ്ങൾ നീക്കുകയും സ്വിഫ്റ്റ് പേയ്മെന്റ് സംവിധാനം പുനഃസ്ഥാപിക്കുകയും ചെയ്യാതെ വെടിനിർത്തൽ സാധ്യമല്ലെന്ന നിലപാടാണ് പുടിൻ സ്വീകരിച്ചത്. ഇതിനു പിന്നാലെ യുക്രൈൻ തുറമുഖ നഗരമായ മൈക്കോലൈവിൽ റഷ്യ കടുത്ത ആക്രമണം നടത്തുകയും ചെയ്തു. ഊർജ്ജ മേഖലയെ സംരക്ഷിക്കാനുള്ള കരാർ നിലനിൽക്കെ തന്നെ ഉക്രൈനിലെ ഊർജ്ജ കേന്ദ്രങ്ങളിൽ റഷ്യ 30ഓളം തവണ ആക്രമണങ്ങൾ നടത്തിയെങ്കിലും ട്രംപ് റഷ്യക്കെതിരെ നടപടികളൊന്നും സ്വീകരിച്ചില്ല. മെയ് മാസത്തിലും ജൂലൈ മാസത്തിലും ട്രംപ് നടത്തിയ സമാധാന ശ്രമങ്ങൾ സമാനമായ രീതിയിൽ പരാജയപ്പെടുകയായിരുന്നു. മെയ് മാസത്തിൽ 30 ദിവസത്തെ അടിയന്തര വെടിനിർത്തലിന് ആഹ്വാനം ചെയ്ത ട്രംപ് പുടിനുമായുള്ള ഫോൺ സംഭാഷണത്തിന് ശേഷം പെട്ടെന്ന് നിലപാട് മാറ്റി. വെടിനിർത്തലിന് പകരം ഇരു രാജ്യങ്ങളും നേരിട്ട് ചർച്ച നടത്തുമെന്ന പുതിയ പ്രഖ്യാപനത്തിലൂടെ യുക്രൈനും യൂറോപ്യൻ പങ്കാളികൾക്കും അദ്ദേഹം വലിയ തിരിച്ചടിയാണ് നൽകിയത്. ജൂലൈയിൽ വെടിനിർത്തലിനായി പുടിന് ട്രംപ് നൽകിയ 50 ദിവസത്തെ സമയപരിധിയും യുക്രൈന് ദോഷകരമായി ഭവിച്ചു. ഈ സമയം ഉപയോഗിച്ച് കൂടുതൽ ഉക്രൈനിയൻ ഭൂഭാഗങ്ങൾ പിടിച്ചെടുക്കാനാണ് റഷ്യ ശ്രമിച്ചത്. സമയപരിധി കഴിഞ്ഞിട്ടും പുടിൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതിരുന്നിട്ടും റഷ്യയെ ശിക്ഷിക്കുമെന്ന് ആവർത്തിച്ചുള്ള ഭീഷണി വെറും വാക്കുകളിൽ ഒതുങ്ങുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.